ശരവണ, എല്ലാം റെഡിയാ? അതെ, പറഞ്ഞതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എന്നാ പண்றது? പോകാതെ കഴിയില്ലല്ലോ. ചൈത്രയെ ഭദ്രമായി പാത്തുക്കോ. അറിയാവല്ലോ എൻ നിധി. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒന്നിനെ കുറിച്ച് ഓർത്ത് ഒരു ആശങ്കയും വേണ്ട. എനിക്കത് തെരിയും. മാനേജർ സെക്യൂരിറ്റി റെഡിയാ? അവരും റെഡിയായി. ഞാൻ അവളെ കണ്ടിട്ട് വരാം. നിനക്ക് ഭാഗ്യമുണ്ട്. 2 ദിവസത്തെ ടൈം അത് മാത്രം ഞാൻ കൊടുക്കും. ഉനക്ക് പ്രിപ്പയർ പണലാം എൻ്റെ ഭാര്യയാകാൻ. 2 ദിവസം. മനസ്സിലായോ? வரட்டுமா? இங்கே எல்லாமே இருக்கு. நல்லா இருங்கோ. കൃഷ്ണ, 2 ദിവസം അയാളില്ല എന്നാണ് പറഞ്ഞേ. നന്ദി കണ്ണ. എന്തെങ്കിലും ചെയ്യണം. അമ്മയോട് പറയണ എനിക്ക് ഇവിടെ ജീവിക്കണ്ട. ഞാൻ ആരോട് പറയാ കണ്ണ? എന്തൊരവസ്ഥ! ആരോട് ഞാൻ പറയാ എനിക്കിവിടെ നിൽക്കണ്ട? എങ്ങനെയാ പോവാ? അമ്മയോട് വേണ്ട. അവര് പൈസക്ക് വേണ്ടിയല്ല എന്നെ. എന്താ കണ്ണ, ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി നീ ആരെയും ബാക്കി വെക്കേണ്ടിയിരുന്നേ. നീ കേൾക്കാനും ആരുമില്ല. കൃഷ്ണ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ പറഞ്ഞത് 100% ശരി തന്നെയാണ്. അതുതന്നെ, ശിവേട്ടനൊന്നും കാണാതെ ഇതൊന്നും ചെയ്യില്ല. കാര്യം കഴിഞ്ഞ് ആ കുട്ടി തീർന്നു. പിന്നെ അങ്ങനൊരാൾ ഭൂമിയിലുണ്ടായിരുന്നെന്ന് പോലും ആരും ഓർക്കില്ല. പറ്റിയല്ലേ പറയണേ? അയാളെന്നെ കൊല്ലോ? എന്തിനാ അങ്ങനെ ചെയ്യണേ? അങ്ങനെ ആരെങ്കിലും ചെയ്യോ കണ്ണ? കൃഷ്ണ, അവരെന്നെ കണ്ടില്ലേച്ച ഞാനിവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. ഈ കൂരിട്ടത് ഇങ്ങോട്ടേക്കാന്ന് അറിയില്ല. കണ്ട, അയ്യോ എനിക്കറിയില്ല കൃഷ്ണ. വഴിയില്ലെങ്ങനെ ഞാൻ മരിച്ചു വീഴൂ. ഒന്നും അറിയില്ല. അങ്ങനെ സംഭവിച്ചാലും ഇയാളുടെ കൈ നീ പതിയില്ല. കൂടെ ഉണ്ടാവണേ. നമ്മുടെ ഷോറൂമിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്താൽ മതി. സാറാസിൻ്റെ. ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നാ എടി, എന്നാടി എന്നെ ഛർദിക്കാനോ? വാ ബാത്റൂമിൽ വാ.
എടി കൊച്ചെ, ഞാൻ തിരുമണോ? വാ വന്നേ. ജലദോഷ പിടിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചതും പിടിച്ചിട്ടില്ല. എന്നാ ഒരവസ്ഥ എൻ്റെ കർത്താവേ. നടക്കാൻ പറ്റൂടി കൊച്ചേ? എൻ്റെ യേശുവേ, അങ്ങ് അവശ്യമായി കൊച്ച്. എന്നാ ഇതങ്ങോട്ടൊരു പിടി പിടിച്ചേ. എന്താ എന്നാ തൊണ്ടയ്ക്കകത്ത് എന്നോണ്ട് പോലെ ഉണ്ടല്ലേ? ആ എനിക്കറിയാം. അതൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. ഞാനും എവിയും കൂടെ ഞങ്ങളുടെ മുണ്ടക്കയത്തെ എസ്റ്റേറ്റിൽ പോയേച്ച് വരുന്ന വഴി എനിക്കും ഉണ്ടായി ഇതുപോലൊരു ഛർദി. പിന്നെ പറയണ്ട കൊച്ചേ, അവിടുന്ന് തുടങ്ങി ഇങ്ങ് പാലാ വരെ ഛർദിച്ചൊരു പരുവമായി. എത്തിയ ഉടനെ ചേടത്തി ഒരു കട്ടനിട്ടെങ്കിൽ തന്നതേ ഓർമ്മയുള്ളൂ. ഛർദി എങ്ങോട്ട് പോയെന്നറിയാൻ മേല. ഇതങ്ങ് കുടിച്ചേ ചൂടോടെ. ഗ്യാസാ വയറ്റിൽ പിടിച്ച് കാണുകയല്ല. ഇന്നലെ നീ എന്നാ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിച്ചില്ലേ? ഇന്നലെ കഴിച്ചിട്ടില്ല. അപ്പം മിനിഞ്ഞാന്ന്? ഇല്ല. നിനക്ക് എന്നാടി കൊച്ചേ, വട്ടാന്നോ? ചുമ്മാ തന്നു വയറ്റിൽ പിടിക്കാഞ്ഞേ. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇതുപോലെ ഒരെണ്ണത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്നെ ഒരു കൊച്ചാന്നോ നീ? എന്നടി കൊച്ചി ഒന്നും കഴിക്കാത്തേ? എന്നതിനാ പട്ടിണി കിടക്കുന്നേ? ആരുമില്ലല്ലോ. 2 ദിവസമല്ല 3 ദിവസമായി പട്ടിണി കിടക്കണം. തരാൻ ആരുമില്ല. ഇന്ന് ഭക്ഷണം കണ്ടപ്പോ കൊതിയായിരുന്നു അരി കഴിക്കാൻ. ഒരുപാട് വയറ് നിറയെ കഴിക്കാൻ. അതല്ലടി കോപ്പി, നിന്റെ പ്രശ്നം എന്നാ? നീ നാഴിക്ക് 40 വട്ടം ചോദിക്കുന്നേ, അത്തോടെ വായിക്കത് പറയുന്നില്ല. സോറി. നിനക്ക് വിഷമമായിടി കൊച്ചേ. എനിക്കറിയാടി കൊച്ചേ, ഇന്നലെ വരെ ഞാനാരാന്നോ നീ ആരാന്നോ നമുക്ക് പരസ്പരം അറിയില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം എന്നെ വിശ്വസിക്കാൻ നിനക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷേ എന്നെ നിനക്ക് വിശ്വസിക്കാം. ഞാൻ വെറുതെ പറയുകയല്ല കൊച്ചേ. നീ അടക്കുക കേട്ടോ, എന്നെ കൊണ്ട് വിളിച്ചാൽ മതി. പിന്നെ 3 ദിവസമൊക്കെ നിന്നെ പട്ടിണിക്കിടണേ? അല്ലേ വേണ്ട, കിടന്നു. ഞാൻ എന്നേലും കഴിക്കാൻ ഉണ്ടാക്കാം. എല്ലാം ഛർദ്ദിച്ച് കളഞ്ഞില്ലയോ? കിടന്നോ കേട്ടോ. മാത്രമല്ല കൃഷ്ണ, കഴിക്കാൻ ഒരു മനസ്സും കൂടി വേണ്ടേ? കണ്ണ, എനിക്ക് മനുഷ്യനെ മനസ്സിലാവണില്ല. ഛർദി വരെ ഒരു മടി കൂടാണ്ട് കഴുകിക്കളയണം. എൻ്റെ വിശ്വാസത്തെ നീ അളക്കണം. എന്നാ ചെയ്യും? ഐഡിയ. യെസ്. ഹലോ
അയ്യടാ, ആരാ ഇത്? ഞാൻ കുക്കുവാ. ആഹാ, കുക്കാണോ? ആരാ? തേട്ടായി. കുക്കുവിന്റെ അപ്പച്ചായി എന്തിയേ? അപ്പത്തമില്ലേ വേറെ പുസ്തകം വായിക്കുക. ആണോ? കുക്കു ഫോണിൽ തന്നെ. ഇന്ന തേട്ടായിയാ. എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫോൺ എടുക്കല്ലെന്ന്. ഹലോ ഞാൻ ഡാനിയ. അയ്യോ നമ്പർ കണ്ടില്ലായിരുന്നു കേട്ടോ, ഇപ്പഴാ കണ്ടേ. എൻ്റെ മോന, അവൻ അറിയല്ലായിരുന്നു കേട്ടോ. അതിനെന്നാ ചേച്ചി? രാവിച്ചേട്ടനില്ലയോ? ഉണ്ടല്ലോ, ദേ ഇപ്പൊ കൊടുക്കാവേ. അപ്പച്ച ഇന്ന മുതലാളിയുടെ മോന ഡാനി സാറ്. ഹലോ കുഞ്ഞെ. രാജുവേട്ടാ, ഞാൻ വിളിച്ചതേ എന്നതായിരുന്നു ഇന്ന് അത്താഴത്തിന്? അത് കഴിപ്പായില്ല കുഞ്ഞെ. ലിസിയേ, എടിയേ, കുഞ്ഞെ ഒന്ന് നിൽക്കേ, ഞാനൊന്ന് ചോദിക്കട്ടെ. എന്നതാ? എന്നെ അത്താഴത്തിന് കുഞ്ഞെ എന്നതാന്നേലും പറയില്ല. കുഞ്ഞെ പന്നിയുണ്ട് കേട്ടോ, അത് കുഞ്ഞ് കഴിക്കുകയല്ലോ. അല്ല, കൊണ്ടുവരാനായിരുന്നോ? എന്നാലേ രാജേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ബുദ്ധിമുട്ടാവോ? എന്നാ ബുദ്ധിമുട്ടല്ലയോ? പിന്നല്ല, കുഞ്ഞ് പറയൂ. മറ്റേ പയറുണ്ടോ വീട്ടിൽ? മറ്റേ ചെറുപയറോ വലിയ പയറോ വല്ലോ? എനിക്കാണേലേ നല്ല ചൂട് കഞ്ഞിയും പയറുതോരനും ഇച്ചിരി തേങ്ങാ ചമ്മന്തിയാക്കിയിട്ട് ഇളക്കി തിന്നാനൊരു കൊതി. അയ്യോ, അതിനായിരുന്നോ? എന്നെ ചോദ്യം വേണ്ടോ കുഞ്ഞെ? ഒരേ ഒരു മണിക്കൂർ. ഞാനങ്ങോട്ട് വരണോ? അല്ല, തോട്ടത്തിൽ കൂടെ ഇങ്ങോട്ട് വരണ്ടായോ? കർത്താവേ, എന്നാ പറച്ചില്ല. ഞാനും ലിസിയും കൂടെ അങ്ങ് വന്നേക്കാം. എന്നാ ശരി, ചൂട് പോകാതെ കൊണ്ടുവന്നേക്കണേ. കഞ്ഞി കുറച്ചേറെ അങ്ങ് എടുത്തു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നല്ല, അവൾക്ക് മാത്രം മതിയോ? എനിക്ക് വേണ്ടായോ? ഒരു മണിക്കൂർ ഇനി കാത്തിരിക്കണം. ചെമ്മീനും കൂടെ ഉണ്ടായിരുന്നെ സെറ്റായേനെ, പൊളിച്ചേനെ. പാവം കൊച്ച് ഉറങ്ങിയോ എന്തോ. എന്നേലും തിന്നാൻ കൊതിയാകുന്നുണ്ടോ? കഞ്ഞി കുടിക്കാൻ കൊതിയാകുന്നില്ലയോ? എങ്ങനെ? പയർ തോരനും ചമ്മന്തിയും പപ്പടവും മോരും അച്ചാറൊക്കെ കൂടി അങ്ങോട്ട് ഇളക്കി അയ്യടി കള്ളി, കൊതി വരുന്നുണ്ടല്ലയോ? രാത്രിയിൽ കിട്ടില്ലല്ലോ, പിന്നെന്തിനാ എന്നെ പറയണേ? കുറച്ച് കഴിയുമ്പോ എത്തും മോളെ. ശരി, അപ്പൊ വെറുതെ പറയാം, അവനൊരു നിയന്ത്രണം ഇല്ലാത്ത മനുഷ്യൻ. ഇപ്പൊ എവിടുന്ന കഞ്ഞി? കൃഷ്ണ, ചൂട് കഞ്ഞി ശരിയാ, കുടിക്കാൻ കൊതിയാവണം. ഹയ്യടാ, എത്തിപ്പോയി. ഈ സമയത്ത് ആരാ? പുള്ളി അവിടെ ഇല്ലേ? താങ്ക് യു രാജേട്ടാ. ലിസ് ചേച്ചിയെ, എൻ്റെ കുഞ്ഞ് നിന്നെ കണ്ടേച്ച് എത്ര നാളായി. എന്നോടൊരു വാക്ക് പറയണ്ടായോ? ഏബി കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് കാണും. അറിയാമല്ലോ, ഞാനിപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും ഇട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും സമയം കിട്ടുകയല്ല. വായിരിക്ക്. നേരമില്ല കുഞ്ഞെ, മോളും കുഞ്ഞും വന്നിട്ടുണ്ടേ. അവരവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുക്കു അല്ലയോ? കുഞ്ഞിനെ അറിയാവോ? പിന്നല്ലയോ, ഞാൻ വിളിച്ചപ്പോൾ അവനല്ലയോ ഫോൺ എടുത്തേ. അപ്പം പരിചയപ്പെട്ടതാ. അവൻ അങ്ങനെ എല്ലാവരും അവൻ്റെ ഫ്രണ്ട്സ് ആണെന്നാ പറയുന്നത്. നമ്മുടെ കുഞ്ഞുമറിയ കുഞ്ഞാ? അയ്യോ, അവിടെ ഉണ്ടേ. പഠിക്കുമല്ലയോ? ഡിഗ്രി അല്ലയോ? ഞാനേ വല്യമ്മച്ചി ആലീസ് കുഞ്ഞിനെയും സാറാ കുഞ്ഞിനെയൊക്കെ തിരക്കെന്ന് പറയണേ. എല്ലാവരോടും പറയാം, വല്ലപ്പോഴും ഒക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സംസാരിക്കണമെന്നേ. എല്ലാവർക്കും ഒക്കെ തിരക്കല്ലയോ? അതാ പ്രശ്നം. എന്നാ കുഞ്ഞ് കഴിക്ക്, കഞ്ഞിയുടെ ചൂട് പോകണ്ട. അയ്യോ, അത് ശരിയാ. പിന്നെ പറയാത്ത 2 സാധനം കൂടെ വെച്ചിട്ടുണ്ടേ, പപ്പടവും അച്ചാറും. ആണോ?
ഓഫ് മതി. എന്നാ ശരി. ആ രാജേട്ടാ നിന്നെ ഇത് വെച്ചു. ഇതെന്നാത്തിനാ കുഞ്ഞെ? കർത്താവേ, ഇത് കുറെ ഉണ്ടല്ലോ. ദേ കുഞ്ഞെ, വേണ്ട കേട്ടോ. അയ്യേ, കഞ്ഞി ഉണ്ടാക്കി തന്നതിനൊന്നുമല്ല. കുക്കുവിന് ചേട്ടയുടെ വക ഒരു സമ്മാനം. അവൻ ഇന്നലെ വാങ്ങിച്ചു കൊടുക്കും. ചേച്ചി വന്നതല്ലയോ, പോകുമ്പോൾ വെറും കൈയോടെ വിടുകയും വേണ്ട. അപ്പൊ ചെന്നോ, ഇനി നിന്നാ എന്റെ കഞ്ഞി തണുക്കും. എന്നാലും ചെല്ല് രാജപ്പ, പാത്രം ഞാൻ നാളെ രാവിലെ അങ്ങ് എത്തിച്ചോളാം കേട്ടോ. ആ ശരി. ടങ് ടടങ്, കഞ്ഞി വന്നല്ലോ. ആടി, കഞ്ഞി റെഡി. ഇനി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ നിന്നെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണോ? നമുക്കവിടെ സോഫയിലിരുന്ന് കഴിക്കാം. ബാ, തറയായിരുന്നു സുഖം. നിന്നെ ഇനി അവിടുന്ന് വലിച്ചു പൊക്കിയെടുക്കാൻ എന്നെ കൊണ്ട് മേല. എന്നായാലും ഞാൻ ഒറ്റയ്ക്ക് കഴിക്കില്ല, നീ തന്നെ വേണം എൻ്റെ കൂട്ടിന്. ബോറടിക്കൂടി. അങ്ങോട്ടേക്ക് പോവാം. ആ, അതാണ് എൻ്റെ കൊച്ച്. മണമടിക്കുന്നു. എന്നൊക്കെ ഉണ്ടെന്ന് അറിയാവോ? തോരൻ, പപ്പടം, ചമ്മന്തി, അച്ചാറ്. എന്തിനാ കൊതിപ്പിക്കണേ? എനിക്ക് വിശക്കണുണ്ട്. അച്ചോടാ, തരാവേ. നിനക്ക് വേണ്ടി തന്നെയാടി. എനിക്കറിയാം നിനക്കിപ്പോൾ ഇതൊക്കെ തിന്നാനാ കൊതിയെന്ന്. അല്ലയോ? ഉള്ളതല്ലയോ? ആ അതെ, എനിക്ക് വിശക്കണു. ഓ, ഒന്ന് നിക്കടി പെണ്ണേ, ഒന്ന് എടുക്കട്ടെ. നിന്റെ തൊണ്ടയിലെ കരകരക്കും അറിയോ? എന്തോ ഇരിക്കണ പോലെ ഉണ്ട്. ആ, ഇച്ചിരി മുറിഞ്ഞു കാണും. ആ ചൂട് കഞ്ഞി അങ്ങോട്ട് ചെന്നേച്ചാൽ മതി. ക്ലിയർ, ബൗൺ ക്ലിയർ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇനി കൂടി തുടങ്ങിക്കോ. സത്യം പറയട്ടെ? വേണ്ട, കള്ളം പറഞ്ഞാൽ മതി. ശരി, സത്യം പറയൂ. എന്നതാടി? അതെ. നീ പറ. ആ പറ. ഒന്നുമില്ല. അതാണോ സത്യം? അല്ല. എന്നതാടി കൊച്ചേ, പറയൂ. എനിക്കാണെ കൈ കൊണ്ട് വാരി കഴിക്കാൻ തോന്നണോ? സ്പൂൺ കൊണ്ട് കഴിച്ചാ തൃപ്തിയാവില്ല. ആ, അത് ശരിയാ കേട്ടോ. കൈ കൊണ്ടിങ്ങനെ ഇളക്കി ഇളക്കിയോ. അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടൊക്കെ ആരെങ്കിലും കഴിക്കുമോ? കൈ കൊണ്ട് ഇളക്കി കഴിക്കുന്നതിൻ്റെ സുഖമൊന്ന് വേറെയാ എൻ്റെ കുഞ്ഞേ. വാരിത്തരണോ? അല്ലേ വേണ്ട, നിനക്ക് വാരിത്തന്നോണ്ടിരുന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റുകയില്ല. നീ സ്പൂൺ കണ്ടങ്ങ് കഴിച്ചു വെച്ചാൽ മതി കേട്ടോ. അടിപൊളി അല്ലയോ? എവിടുന്ന് ഇത് ഇപ്പൊ? നമ്മുടെ പക്കയുണ്ട് മോളെ. 5 സ്റ്റാർ ഹോട്ടലിന് വെള്ളുന്ന ഷെഫ്. ഈ ഷെഫിന്റെ പേര് ലിസീന. ഞാൻ പറഞ്ഞല്ലോ രാവിലെ, ലിസ് ചേച്ചി. അപ്പോ അവരാണ് നേരത്തെ വന്നേ. ഈ രാത്രിയിൽ തോട്ടത്തിനകത്തോട്ട് എങ്ങനെയാണ് കൊച്ചവർ വരുന്നത്? തോട്ടത്തിനപ്പുറത്താണ് അവരുടെ വീട്. അതുമല്ല, തോട്ടത്തിനിപ്പുറത്തെ ശവപ്പറമ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ തോട്ടത്തിനകത്തൊന്നും രാത്രി വരണ്ടാന്ന്. അവിടെ തൂങ്ങിച്ചെത്ത കളാരായിട്ടെൻ്റെ കെട്ടിയുള്ള കൈ കൊടുത്ത് വിട്ടേച്ചാൽ മതി എന്നാണ് പറഞ്ഞ്. അങ്ങനെ ആണെങ്കിൽ പേടിക്കണ്ടല്ലോ. അവൻ്റെ തന്നേച്ചങ്ങ് പോയി. എന്നിട്ട് ഉപദ്രവിച്ചില്ലേ? ആക്കിയതാണോ? ഇല്ല, എനിക്ക് മനസ്സിലായതേ ഇല്ല. പ്രേതം കൊണ്ട് തോന്നത്രേ. എന്നതാ? ഒന്നുമില്ല, വലിയൊരു കഥ. വയറ് നിറച്ച് കഴിച്ചോണം കേട്ടോ. ചിലര് വന്ന് സ്വയം നമ്പർ കുത്തി വിളിച്ചോളും, വേറെ ചിലർ വന്ന് നമ്പർ പറയും. അപ്പൊ നമ്മൾ തെറ്റാച്ച് കൊടുക്കണം. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു തരാം. ഈ കയ്യൊന്നും ഞാൻ എടുക്കുകയാണ്.
ആ എന്നാടാ? ഹാ എന്നടാ കോപ്പ വിളിച്ചേ? ആ ശരിയാ, ഞാൻ വിളിച്ചതേ. നീ എവിടെ ഇപ്പോ? നമ്മുടെ കോട്ടയില്. ആ ആണോ? ഏതാ, ഞാനൊരു കാര്യം ഒന്ന് പറയാം. നീ തൽക്കാലം അമ്മാരെ അറിയിക്കണ്ട, ശ്രദ്ധിച്ചു കേട്ടോണം. ആ എന്തുവാ വിഷയം? ആ ഇച്ചിരി പ്രശ്നമാ. നീ നമ്മുടെ കോട്ടയം പരിധിയിലുള്ള സ്റ്റേഷനിലൊക്കെ ഇതിൽ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തിരക്കണം. ആ, പിന്നെ എറണാകുളം കോട്ടയം സൈഡിലും കൂടെ. എന്നതാണ് ഡാനി, ഇത് കുറച്ച് സീരിയസ് ആണല്ലോ. ആ ആന്നരാ, അതല്ലേ വിഷുവൊക്കെ എന്നാന്ന് ഞാൻ പറയാം. നീ എന്നായാലും ഒന്ന് തിരക്ക്. 10-24 വയസ്സ് വരുന്നൊരു പെൺകൊച്ചു കക്ഷി. പിന്നെ സീക്രട്ട് ആയിരിക്കണേ. ഓക്കേടാ, സെറ്റ്. ഞാൻ നാളെ ഇറങ്ങാം. ശരി കക്ഷി. പിന്നെ പിന്നെ ആ ഒന്നുമില്ല, ശരി എന്നാ. ആ ഓക്കേടാ, വിളിക്കാം. നിന്നെ തിരക്കി വരാൻ ആരും ഇല്ലയോ? ആരും ഇല്ല. എന്നാ ബിസി? ഞാൻ വിളിച്ചപ്പോൾ ബിസി ആയിരുന്നല്ലോ. എൻ്റെ പൊന്നു ട്രീസ, ഞാനൊരു ബിസിയും അല്ലായിരുന്നു, എനിക്കൊരു കോളും വന്നിട്ടില്ല. നിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് ഒന്ന് അയക്കണേ. ഡിലീറ്റ് ചെയ്യാതെ. സൗകര്യപ്പെടുകയല്ല. ആ അതാണ്, സൗകര്യപ്പെടുകയല്ല. നീ ബിസി അല്ലായിരുന്നല്ലോ, അയക്കുന്നതിന് എന്നാ? സത്യം പറ ഡാനി, നീ ആരോട് സംസാരിച്ചോണ്ടിരുന്നേ? എൻ്റെ പൊന്നടി, ഞാനിവിടെ കിടക്കുമായിരുന്നു. ഞാൻ ആരോട് സംസാരിക്കാനാ? പിന്നെ നിനക്ക് കോണ്ടാക്ട് ലിസ്റ്റ് അയച്ചു തന്നാൽ എന്നാ കുഴപ്പം? കോണ്ടാക്ട് ലിസ്റ്റ് അയച്ചു തന്നിട്ട് വേണം നിനക്ക് എന്നെ വിശ്വസിക്കാൻ. വിശ്വാസക്കുറവിൻ്റെ അല്ല ഡാനി. വീഡിയോ കോൾ വാ, കാണട്ടെ ആ മോന്ത. ഒന്നുമില്ലേ, എന്നെ കൊണ്ട് തോന്നുന്നില്ല നിന്നെ സഹിക്കാൻ പറ്റുമെന്ന്. എന്നാ സംശയം? നിങ്ങളെയൊക്കെ ആകെ നനച്ചല്ലേ ഞാൻ. നിങ്ങൾക്കും എൻ്റെ കണ്ണുനീരൊരു ഭാരമായിട്ടുണ്ടാവും. അവിടെ ഉണ്ടായിരുന്നു ചിന്തുവിനൊപ്പം രാത്രി കരയണം, ഒരു തലയണം. ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ നീ കെട്ടിപ്പിടിക്കും, എൻ്റെ ഒപ്പം കരയും. നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ, അവർക്കെൻ്റെ വേദനകളൊക്കെ അറിയാം, എല്ലാം അറിയാം. അവരെ നനയ്ക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ചിന്തുവിന് അങ്ങനെ ആഗ്രഹമില്ല. ആരും സന്തോഷിക്കാൻ അനുവദിക്കണില്ല. എൻ്റെ വേദന ഞാൻ അങ്ങനെ തീർക്കണേ. അതുകൊണ്ട് എന്നെ അറിയില്ലെങ്കിലും അയാളെ അറിയുമല്ലോ. എന്നോട് പറഞ്ഞു തരുമോ, ഇന്ന് രാത്രി മുഴുവൻ അയാളെക്കുറിച്ച് നല്ലവനാണോ കൊള്ളില്ലാത്തവനാണോ എന്ന് എനിക്കറിയാനാ. ആ അറിയാൻ മേല, ഉറങ്ങിക്കാണുമായിരിക്കും. ഡിന്നറിന് എന്നായിരുന്നു? അതെന്നതാ നീ പറയാൻ വിട്ടേ? കഷ്ടം. എന്നിട്ട് ആ കഴിച്ചതെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞ. അതിന്റെ വീട് എവിടാ? നീ എന്നേലും ചോദിച്ചോ? പഠിച്ച പണി 18 നോക്കി, ഒരു രക്ഷയുമില്ല മോളെ. ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തു വരെ കൊണ്ടിരുത്തി.
ബിസിനസ് വിട്ട് എൻ്റെ വീട്ടിലോട്ട് പോരുന്നോ? ഇതിനു വേണ്ടി 4-5 വർഷം MBBS പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി മനസാക്ഷി ഉണ്ടായേച്ചാൽ മതി. ആ അത് പിന്നെ ഡാനിക്ക് തുളുമ്പി കിടക്കുവാണല്ലോ. ആ വളർത്തിയ അപ്പൻ്റെ അമ്മയുടെ ഗുണവാടി. ആ ഞാൻ വാട്സപ്പിൽ ഒരു ഗുളികയുടെ പേര് അയച്ചു തരാം. നാളെ അത് വാങ്ങിക്കൊടുക്കും കൊച്ചിന്. ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകണോ? ഗ്ലൂക്കോസ് കയറ്റുവരാൻ നല്ലതായിരുന്നു. അതെന്നാ പറഞ്ഞാലും ഒരുമാതിരി ചത്തേച്ചെന്ന് പറഞ്ഞു. ഇച്ചിരി എനർജി വരട്ടെ. എനർജി വന്ന ചെന്നാത്തിനാ ആ കൊച്ചിന്റെ ചെവി തിന്നാനല്ലേ? ആ നോക്കാം. നമ്മുടെ തൽപര കൃഷിയാണേൽ തിന്നാം. ഒത്തിരി അങ്ങോട്ട് തിന്നണ്ട. എന്നാലും എന്റെ സംശയം കൊച്ചിന് എന്നാ പറ്റിയതെന്നാ. എന്നാ പ്രായം ഉണ്ടായിരിക്കും ഇടി? എൻ്റെ ഊഹത്തിലൊരു 20-22. ഈ പ്രായത്തിലൊക്കെ കേട്ടോ? ആ അവരൊക്കെ കെട്ടുമായിരിക്കുന്നേ. ആണോ? പിന്നെ നീ എന്നെ കെട്ടാത്ത? ഒരു കള്ള നസ്രാണിയുണ്ടേ, ഒരു തല തെറിച്ചവൻ, അവനും കൂടെ ഒക്കെ ഉണ്ടേ. ആ അവൻ എന്നെ ഞാൻ പറഞ്ഞ ഒഴിവാക്കുമല്ലയോ? അവൻ ഓക്കെ ആന്നേലോ. എവിടെ ഓക്കെ ആകാൻ, അവൻ അവൻ്റെ വീട്ടുകാരും അപ്പനും അമ്മയും പെങ്ങളും കഴിഞ്ഞേ ചെയ്യുള്ളൂ. നീ വെച്ചിട്ട് പോകാൻ നോക്ക്. സത്യം പറയുമ്പോൾ നിനക്ക് എന്നാ ഡാനി കുത്തുന്നുണ്ടല്ലോ? നിക്ക്. ഞാനാണോ അവരാണോ വരുന്നത് ചോദിക്കാൻ എനിക്ക് പേടിയാ. നിനക്കിപ്പോഴും എന്നോടൊരു സ്നേഹവും ഇല്ല, എല്ലാം നിന്റെ അഭിനയമാണ്. ഞാൻ നിന്നെ തെറ്റു പറയല. മനുഷ്യന് എല്ലാ കാര്യത്തിലും വിവരം ഉണ്ടാവണം നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ അപ്പനോടും അമ്മയോടുള്ള സ്നേഹം വേറെ. പറയല്ലേ ഡാനി കൂടുതൽ. പെങ്ങള് കുഞ്ഞ് എന്നിട്ട് നീ മാത്രമേ കേൾക്കുന്നുള്ളല്ലോ. ഒന്ന് നിർത്ത് ട്രീസ. എനിക്ക് ഇമ്പോർട്ടൻസ് തരാത്തതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പറയേണ്ടി വരുന്നേ. നിനക്ക് ഇമ്പോർട്ടൻസ് തരാത്തതുകൊണ്ടാണോ ഈ കോപ്പേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്? ശരി, നിന്നെ പ്രേമിക്കുന്നതുകൊണ്ട് എൻ്റെ അപ്പനെ അമ്മയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും. നിന്നോട് തർക്കിക്കാനും ജയിക്കാനും എനിക്ക് മേല. അപ്പോഴതിൻ്റെ ഒരുമാതിരി കുറച്ച ചോദ്യങ്ങൾ. എനിക്കറിയാം. കോപ്പറിയാം നിനക്ക്. ആ കോറി. ലവ് യു. ശരി, ലവ് യു. അതുപോരാ. ആ ലവ് യു. മിസ് യു. മിസ് യു. കൃഷ്ണ തുറക്കാൻ പറ്റണില്ലല്ലോ. ഇങ്ങനെങ്കിലും പോണം. പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അയാൾ അറിയണതിന് മുന്നേ ഇങ്ങനെയും പോണം. കുറുവ പൊണ്ണാ, ரொம்ப அழகா இருக்கு. இந்த நடுராத்திரியில എങ്ക പോറേ? അല്ല, രാത്രിയിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും പോകുന്നവരെ കക്കാൻ പോകുന്നവരാ. എവിടെ പോവാ? എങ്ങോട്ടാ? അപ്പൊ അവിടുന്ന് ഇവിടം വരെ വരാൻ ആരുടെ സഹായമൊന്നും വേണ്ട. നീ എന്നാടി വിചാരിച്ചു വെച്ചേക്കുന്നേ? ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആകാമെന്നാണോ? എസ്കേപ്പ് നടക്കുകയല്ലേ മോളെ. ഞാൻ പൊയ്ക്കോളാം. ശരി, സ്ഥലം പറ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട. എന്നാ പിന്നെ പോവണ്ട. ഗള്ളി, ഞാൻ ഉറങ്ങാൻ നോക്കിയിരിക്കുവായിരുന്നല്ലയോ? എന്നാ ഞാൻ മുറിയിൽ പൊക്കോളാം. വേണ്ട, ഈ രാത്രിയിലുള്ള ഇറങ്ങി നടത്താൻ വലിയ ഇഷ്ടമല്ലയോ? ആരെയും പേടിക്കേണ്ട. അന്തി ഉറങ്ങാൻ ഒരു കൂരുണ്ടെങ്കിൽ എങ്ങോട്ടും ഇറങ്ങി നടക്കേണ്ടി വരില്ലല്ലോ. പുറത്തു പോയാലും ഞാൻ നിങ്ങളുടെ പേരൊന്നും പറയില്ല. അതല്ലേ നിങ്ങളുടെ പേടി. എന്നെ വിടാണ്ടിരിക്കണതും അതിനല്ലേ. അങ്ങനെ ചോദിക്കാനും പറയാനും എനിക്കാരുമില്ല എന്ന് കൂട്ടിയാൽ മതി. എനിക്കിനിയും ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാവില്ലാത്തോണ്ട.
ഹേ ശോഭച്ച, എൻ്റെ കൊച്ചെ, നിന്നെ ഒഴിവാക്കണേ എനിക്ക് ഒരു സെക്കൻഡ് മതി. ഇവിടെ വന്നതും നിന്നതും ഞങ്ങളുടെ വണ്ടി തട്ടിയതും ഒരു ഈച്ചക്കുഞ്ഞ് പോലും അറിയില്ല. ഒരു പൂ പറിക്കുന്ന സെക്കൻഡ് പോലും വേണ്ട ഡാനിക്ക്. പിന്നെ നീയാ പറഞ്ഞ് പേടി, അതെൻ്റെ രോമത്തിൽ പോലും ഇല്ല. എൻ്റെ ഈ വിലപ്പെട്ട സമയമെല്ലാം കൂടെ കളഞ്ഞിച്ച് നിന്നെ നോക്കി ഇവിടെ ഇരിക്കാൻ തലയ്ക്ക് ഓളമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ എവിടെയോ ഒരു സഹതാപം ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ കണ്ടേച്ച് വിട്ടിട്ട് പോകാൻ മേലാത്തതുകൊണ്ട്. ആദ്യം ഈ മുറിവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ, ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കാം. ഇനി അതും പോരേല് നിനക്കിഷ്ടമുള്ളപ്പോൾ പൊക്കോ, പക്ഷെ പോകുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞേച്ച് പോവാം, അതും മര്യാദ. അല്ല, ഈ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇതെങ്ങോട്ടാ പോകുന്നേ? നാഴിക്ക് 40 തൊട്ട് അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? പിന്നെ എന്നെ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് വീണതാണോ? നിന്റെ കെട്ട് കഴിഞ്ഞതല്ലയോ? അത് പോട്ടെ. അപ്പനും അമ്മേ? അതുമില്ലെന്നല്ലേ നീ നേരത്തെ പറഞ്ഞേ. അതാ ഞാൻ ചോദിച്ചേ, ആകാശത്തുനിന്ന് പൊട്ടി മുളച്ച് വീണതാണോ എന്ന്. ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമില്ല? ഇല്ല, മതി, ഒരുപാടായി. ഇപ്പം നിങ്ങൾ എന്നെ ഈ സംരക്ഷിക്കണത് കൊണ്ട് എന്തും വിളിച്ചു പറയാനുള്ള ഈ ഭാവമുണ്ടല്ലോ, അത് നിർത്തിക്കും. ഇത്ര നിസാരമായിട്ടാണ് നിങ്ങളിതൊക്കെ പറയണേ. നിങ്ങളുടെ മുന്നിൽ തന്നെയല്ല ഞാൻ ഇനി സഹായി നിൽക്കണേ. ഇത്രയൊക്കെ പറയണ നിങ്ങളുടെ സഹതാപത്തിന് എന്തർത്ഥമുള്ളത്? ഞാൻ എന്നെ ഉള്ള കാര്യമില്ലയോ പറഞ്ഞേ? അല്ല, ഇപ്പം നിനക്ക് നാക്ക് പൊങ്ങിയല്ലോ. അപ്പം ഞാൻ എന്നെ ചോദിച്ചാലായിരുന്നു പൊങ്ങാഞ്ഞത്. അതിന് ഞാൻ പറഞ്ഞ മലയാളം കൊച്ചിന് മനസ്സിലായില്ലയോ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ഉത്തരം പറയാൻ മാത്രമേ ഇന്ന് രാവിലെ പരിചയപ്പെട്ട ബന്ധമല്ലോട് നമ്മൾ തപ്പി. കുറച്ച് മണിക്കൂറത്തെ പരിചയത്തിൽ 24 വർഷത്തിനിടെ എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഞാൻ പറയണമെന്നാണോ? ഇത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ പറയണ്ടേ? ഇതിന് വേണ്ടി ഞാൻ പറയണേ? നിങ്ങളുടെ സഹതാപത്തിനോ അതോ സംരക്ഷണത്തിനോ? വിശ്വസിച്ച് ഞാൻ പറഞ്ഞ നിങ്ങളത് മുതലെടുക്കില്ലെന്ന് എനിക്കെന്താ ഉറപ്പ്? ഹലോ, എക്സ്ക്യൂസ് മീ, ഒന്ന് നിർത്തിക്കേ. എങ്ങോട്ടാ കയറി നിന്നെ മുതലെടുക്കാൻ മാത്രം എനിക്കെന്നാ വട്ടാണോടി? ഡാനിയെ കുറേ കണ്ടിട്ടുണ്ട് മോളെ. എനിക്ക് പറ്റണില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്നെ ഇല്ലാണ്ടാക്കാൻ ആരും വിചാരിക്കണം. കൊന്നു തിന്ന മതിയാവും എല്ലാവർക്കും. തിന്നുവോ തിന്നാതിരിക്കുവോ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ നേരം വെളുത്തേച്ച് പോവോ പോകാതിരിക്കുവോ അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇന്ന് രാത്രി ഈ വീടിന് പടിയിറങ്ങാൻ പറ്റുകയില്ല. നാളെ നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ ഡാനിക്ക് സമാധാനം പറയാൻ പറ്റുകയില്ല മോളെ. സഹായിച്ചത് കൊണ്ടോ സംരക്ഷിച്ചുകൊണ്ടോ ഭീഷണിയുടെ സ്വരം വേണ്ട. നിങ്ങളുടെ ലോകം എത്ര വിശാലമുള്ളതാണോ അത്ര ഇടുങ്ങിയതാ എൻ്റെ ലോകം. അവിടെ വന്ന് മുറിവേൽപ്പിച്ച ഞാൻ മിണ്ടാതിരിക്കില്ല. എനിക്ക് വിധിച്ചു പോയതാവും നിങ്ങളുടെയൊക്കെ സഹായം തേടുന്ന അവസ്ഥ. കൃഷ്ണ, നന്ദി.